വെൽക്കം ബാക്ക് ടു ലേണിംഗ് നോ. ഹായ് എവ്രി വൺ. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൾട്ടി വേരിയബിൾ കാൽക്കുലസ് ഇൻ്റഗ്രേഷൻ. സോ ലെറ്റ് us start. Questions based on double integration. എങ്ങനെയാണ് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുക? ഒരു പർട്ടിക്കുലർ റീജിയൻ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും. ആ റീജിയന്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുക യൂസിങ് ഡബിൾ ഇന്റഗ്രേഷൻ. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള തിയറിയും കുറച്ച് പ്രോബ്ലംസ് നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ കണ്ടിന്യൂഷൻ ആണ്. Use double integration to find the area of the plane region enclosed by the given curves y is equal to sin x and y is equal to cos x. അപ്പോൾ ഇതാണ് രണ്ട് curves. y is equal to sin x എന്ന് പറയുന്ന curveും y is equal to cos x എന്ന് പറയുന്ന curveും. ഓക്കെ, ഇത് ഇന്റർസെക്ട് ചെയ്യുന്ന ഒരു കോമൺ പോയിന്റ് ഉണ്ട്. ആ കോമൺ പോയിന്റ് ആദ്യം കണ്ടുപിടിക്കണം. ഓക്കെ, അതായത് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഫംഗ്ഷൻസും ഈക്വൽ ആയിരിക്കില്ലേ? ദാറ്റ് ഇസ് y is equal to sin x. അത് തന്നെയാണ് അവിടെ y is equal to cos x തന്നെയാണ് അല്ലെ? അപ്പൊ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ്സിൽ ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. സോ sin x is equal to cos x എന്ന് കൊടുത്തൂടെ? അപ്പോൾ ഇവിടെ എക്സിന്റെ വാല്യൂ എന്തായിരിക്കും? എക്സ് π/4 ആയിരിക്കുമ്പോഴാണ് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. ക്ലിയർ ആയി? സോ എക്സിന്റെ ഈ കറസ്പോണ്ടിങ് ഇന്റർസെക്ടിങ് പോയിന്റ് എക്സിന്റെ വാല്യൂ എന്ത് കിട്ടി നമുക്ക്? π/4. അപ്പൊ എക്സിന്റെ ലിമിറ്റ് നമുക്ക് കിട്ടി 0 to π/4. ഓക്കെ, 0 മുതൽ π/4 വരെയാണ് എക്സിന്റെ ലിമിറ്റ്. ഇനി വൈയുടെ ലിമിറ്റ് എന്ന് പറയുന്നത് ഒരു കർവിൽ നിന്ന് അടുത്ത കർവിലേക്ക് അല്ലെ? അതായത് സൈൻ എക്സ് എന്ന് പറയുന്ന കർവിൽ നിന്ന് കോസ് എക്സ് എന്ന് പറയുന്ന കർവിലേക്ക്. സോ ഇൻ ടേംസ് ഓഫ് എക്സ് ആണ് നമുക്ക് y ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ആൻഡ് ഫൈനലി എക്സ് എന്ന് പറയുന്നത് ഇൻ ടേംസ് ഓഫ് കോൺസ്റ്റന്റ്. അത് കാരണം നമ്മൾ ഇന്റഗ്രൽസിന് ഇങ്ങനെ എഴുതുക, ഏരിയ ഈസ് ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ. അപ്പൊ നമ്മൾ ഏറ്റവും ഔട്ട്സൈഡ് എഴുതുന്നത് കോൺസ്റ്റൻസ് ആയിട്ടുള്ള ഇന്റഗ്രൽ, ആ വേരിയബിൾ ആണ്. ഇപ്പൊ ഇവിടെ എക്സ് ആണ് നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് എടുത്തിരിക്കുന്നത് അല്ലെ? അതായത് കോൺസ്റ്റന്റ് ലിമിറ്റ്സ്. അപ്പൊ എക്സിന്റെ ലിമിറ്റ് 0 മുതൽ π/4 വരെ, കാരണം π/4 ആണ് കോമൺ ഇന്റർസെക്ടിങ് പോയിന്റ്. പിന്നെ y എന്ന് പറയുന്നത് ഇൻ ടേംസ് ഓഫ് എക്സ് പറയുമ്പോൾ ഒരു കർവിൽ നിന്ന് അടുത്ത കർവിലേക്ക്, അതായത് സൈൻ എക്സിൽ നിന്ന് കോസ് എക്സിലേക്ക്. ഇതാണ് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. സോ ആഫ്റ്റർ ഇന്റഗ്രേഷൻ ഇവിടെ ഇന്റഗ്രൽ dy എന്ന് പറയുന്നത് നമുക്കറിയാം y ആണ് അല്ലെ? അപ്പൊ y ആണ് വാല്യൂ വരിക. എന്നിട്ട് ലിമിറ്റ്സ് അപ്പൊ തന്നെ അപ്ലൈ ചെയ്യുക, സൈൻ എക്സ് ടു കോസ് എക്സ്. ക്ലിയർ ആയല്ലോ? dxും ഇന്റഗ്രൽ 0 to π/4 അങ്ങനെ തന്നെ എഴുതി. ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്യുക, അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്, അതായത് കോസ് എക്സ് മൈനസ് സൈൻ എക്സ് dx കൊടുക്കുക. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഓരോന്നിനെയും സെപ്പറേറ്റ് ആയി ഇന്റഗ്രേറ്റ് ചെയ്യാം. അതായത് ഇന്റഗ്രൽ ഓഫ് കോസ് എക്സ് dx മൈനസ് ഇന്റഗ്രൽ ഓഫ് സൈൻ എക്സ് dx. ഇന്റഗ്രൽ കോസ് എക്സ് dx എന്താ? പ്ലസ് സൈൻ എക്സ് ആണ്. ആൻഡ് ഇന്റഗ്രൽ സൈൻ എന്താ? മൈനസ് കോസ് ആണ്. അപ്പൊ ഈ മൈനസും മൈനസ് കോസും ആവുമ്പം രണ്ട് മൈനസ് പ്ലസ് ആവും അല്ലെ? എന്നിട്ട് സൈനിന്റെ ഇന്റഗ്രൽ എന്താ? കോസ് നമ്മൾ എഴുതി, അതായത് മൈനസ് കോസ് ആണ് വരിക. ഓൾറെഡി ഇവിടെ ഒരു മൈനസ് എന്താ? മൈനസ് മൈനസും പ്ലസും. സോ സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് കിട്ടി. അപ്പൊ തന്നെ ലിമിറ്റ്സ് അപ്ലൈ ചെയ്യുക 0 to π/4. അപ്പൊ ആദ്യം അപ്പർ ലിമിറ്റ് π/4 അപ്ലൈ ചെയ്യുക രണ്ട് ഫംഗ്ഷൻസും, അതായത് സൈൻ π/4 പ്ലസ് കോസ് π/4. ഇതാണ് അപ്പർ ലിമിറ്റ്. മൈനസ് ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യുക. ലോവർ ലിമിറ്റിലെ എക്സിന്റെ വാല്യൂ എന്താ? 0 ആണ്. അപ്പൊ സൈൻ 0 പ്ലസ് കോസ് 0. സൈൻ 0 0 ആണ്, കോസ് 0 1 ആണ്. ഓക്കെ, സൈൻ π/4ഉം കോസ് π/4ഉം വാല്യൂസ് എന്താ? ഈക്വൽ ആണ്, അതായത് 1/√2 ആണ്. അപ്പൊ 1/√2 പ്ലസ് 1/√2 മൈനസ് 0 മൈനസ് 1. ഈ മൈനസ് ഉള്ളിലേക്ക് എടുക്കുക ബ്രാക്കറ്റിന്റെ. അപ്പൊ മൈനസ് സൈൻ 0 എന്ന് പറഞ്ഞാൽ 0 ആണ്. ആൻഡ് അഗെയിൻ മൈനസ് കോസ് 0 പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ 2/√2 മൈനസ് 1. അഗെയിൻ ഇത് ജസ്റ്റ് നമ്മൾ റാഷണലൈസ് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്? അതായത് ഇവിടെ ആകെ കൂടിയിട്ട് നമുക്ക് ഇപ്പോൾ 2/√2നെ റാഷണലൈസ് ചെയ്യാൻ നമ്മൾ ജസ്റ്റ് മുകളിലും താഴെയും √2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ നമുക്ക് താഴെ √2 സ്ക്വയർ വരും അല്ലെ? √2 സ്ക്വയർ പറഞ്ഞാൽ 2 അല്ലേ? സോ 2√2 ഡിവൈഡഡ് ബൈ 2 വരും. 2 ക്യാൻസൽ ആയി. ഇനി മൈനസ് 1 അവിടെ ഇവിടെ ഓൾറെഡി ഉണ്ട് സെക്കൻഡ് ടേം അല്ലെ? അപ്പൊ √2 മൈനസ് 1 ആണ് ആൻസർ വരിക. നെക്സ്റ്റ് ടോപ്പിക്, കൺവേർട്ടിംഗ് ഡബിൾ ഇന്റഗ്രൽസ് ഫ്രം റെക്ടാങ്കുലർ ടു പോളാർ കോർഡിനേറ്റ്സ്. നമ്മൾ റെക്ടാങ്കുലർ കോർഡിനേറ്റ്സ് പിന്നെ പോളാർ കോർഡിനേറ്റ്സ്, ഇങ്ങനെ രണ്ട് കോർഡിനേറ്റ് സിസ്റ്റം ഉണ്ട്. അപ്പോൾ റെക്ടാങ്കുലർ കോർഡിനേറ്റ്സ് പറയുമ്പോൾ നമ്മൾ എന്താണ്? ഇൻ ടേംസ് ഓഫ് എക്സ് വൈ ആണ് പറയാറ് അല്ലെ? dy dx ഒക്കെ. ഇനി പോളാർ കോർഡിനേറ്റ്സിൽ നമുക്ക് പാരാമീറ്റേഴ്സ് വരുന്നത് r തീറ്റ. r എന്ന് പറയുന്നത് റേഡിയസും തീറ്റ എന്ന് പറയുന്നത് ആംഗിൾസും. ഓക്കെ, ആൻഡ് dr dθ അങ്ങനെയാണ് വരുന്നത് ടേംസ്. സോ ഡബിൾ ഇന്റഗ്രൽസ് ആർ സംടൈംസ് ഈസിയർ ടു ഇവാലുവേറ്റ് ഇഫ് വി ചേഞ്ച് ടു പോളാർ കോർഡിനേറ്റ്സ്. ഇപ്പൊ നമ്മൾ സപ്പോസ് ചില കേസിൽ നമ്മൾ ചിലപ്പോൾ റെക്ടാങ്കുലർ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ ചെയ്യാനായിരിക്കും ഈസിയർ. ബട്ട് ഇൻ സർട്ടൻ സിറ്റുവേഷൻസ് ഇതേ നമ്മൾ റെക്ടാങ്കുലർ കോർഡിനേറ്റ്സിൽ നിന്ന് പോളാർ കോർഡിനേറ്റ്സിലേക്ക് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ആ ഇന്റഗ്രേഷനെ ഇവാലുവേറ്റ് ചെയ്യാൻ കുറച്ചും കൂടി സിംപ്ലർ ആണ്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഈ കൺവേർഷൻ ചെയ്യുന്നത്. സോ ദ റിലേഷൻ ബിറ്റ്വീൻ റെക്ടാങ്കുലർ ആൻഡ് പോളാർ കോർഡിനേറ്റ്സ് ആർ
റിലേഷൻ ആണ് പറയുന്നത്. അപ്പൊ എക്സ് ഈക്വൽ ടു ആർ കോസ് തീറ്റ, അതായത് എക്സും വൈയും എന്താണ് റെക്ടാങ്കുലർ കോർഡിനേറ്റ് സിസ്റ്റത്തിലെ പാരാമീറ്റേഴ്സ് ആണ്. ആറും തീറ്റയും എന്താണ് നമ്മുടെ പോളാർ കോർഡിനേറ്റ്സിലെ പാരാമീറ്റേഴ്സ് ആണ്. സോ എക്സ് ഈക്വൽ ടു ആർ കോസ് തീറ്റ ആണ്, വൈ ഇസ് ഈക്വൽ ടു ആർ സൈൻ തീറ്റ ആണ്. ഇത് പഠിച്ചിരിക്കണം. ഇനി ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ എഫ് ഓഫ് എക്സ് വൈ ഡി എ, ഇതാണ് നമ്മൾ റെക്ടാങ്കുലർ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ യൂസ് ചെയ്യണ ജനറൽ നൊട്ടേഷൻ. ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ എഫ് ഓഫ് എക്സ് വൈ ഡി എ which is equal to double integral over r f of x ന് പകരം r cos theta കൊടുക്കുക, y ക്ക് പകരം r sin theta കൊടുക്കുക. അപ്പോൾ dA ഇവിടെ വരുന്നത് എന്താ r dr d theta ആണ്. ഇതും പഠിച്ചിരിക്കാം. സോ x r cos theta ആണ്, y r sin theta ആണ്, ആൻഡ് dA എന്താണ് r dr d theta. അതായത് dx dy പറയില്ലേ നമ്മൾ, ഈ dx dy ആണല്ലോ dA എന്ന് പറയുന്നത്, അതാണ് r into dr into d theta. ക്ലിയർ ആയല്ലോ? ഇനി ഇവിടെ നമ്മൾ കറസ്പോണ്ടിങ് അപ്രോപ്രിയേറ്റ് ലിമിറ്റ്സ് ഏതാണ് അത് ഓവർ ആർ നമ്മൾ ആ ലിമിറ്റ്സ് അപ്ലൈ ചെയ്യാം. ഇനി ഇത് ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് നോക്കാം. ഫസ്റ്റ് വൺ, ഇവാലുവേറ്റ് ഇന്റഗ്രൽ, ഡബിൾ ഇന്റഗ്രൽ ആണ്, ഇന്റഗ്രൽ ഓവർ 0 to 2 ഇന്റഗ്രൽ 0 to root of 4 minus x square y into x square plus y square into dy dx യൂസിങ് പോളാർ കോർഡിനേറ്റ്സ്. അങ്ങനെ സ്പെസിഫിക് ആയിട്ട് ക്വസ്റ്റ്യനിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് തന്നിരിക്കുന്നത് റെക്ടാങ്കുലർ കോർഡിനേറ്റ് സിസ്റ്റത്തിലാണ്, നമ്മൾ അതിനെ പോളാർ കോർഡിനേറ്റ്സിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതായത് നമ്മൾ റെക്ടാങ്കുലർ കോർഡിനേറ്റ്സും പോളാർ കോർഡിനേറ്റ്സിലേക്ക് ഡബിൾ ഇന്റഗ്രൽ ചേഞ്ച് ചെയ്യാൻ പോകണം. ഓക്കെ, അപ്പൊ അതനുസരിച്ചിട്ട് ലിമിറ്റ്സും ചേഞ്ച് വരും. അതെങ്ങനെയാന്ന് നോക്കാം. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന റീജിയൻ ശ്രദ്ധിക്കുന്നത് ലിമിറ്റ്സ് നോക്കാം. ഓക്കെ, ഇപ്പൊ ഔട്ട്സൈഡ് ലിമിറ്റ് എക്സിന്റെ ആണ് തന്നിരിക്കുന്നത്, അതായത് 0 to 2 എക്സിന്റെ ആണ്. അപ്പൊ നമുക്ക് എക്സിന്റെ ലിമിറ്റ് കിട്ടി. തന്നിരിക്കുന്നതിൽ എക്സ് എന്ന് പറയുന്നത് 0 to 2 ആണ് അല്ലെ. അതിന്റെ അർത്ഥം x equal to 0, x equal to 2, ലോവർ ടു അപ്പർ ലിമിറ്റ്. ഇനി അതേപോലെ വൈയുടെ ലിമിറ്റ് തന്നിരിക്കുന്നത് എന്താ 0, y equal to 0, പിന്നെ y equal to root of 4 minus x square, അതായത് y ലോവർ ലിമിറ്റിലും അപ്പർ ലിമിറ്റിലും. അപ്പൊ y 0 to root of 4 minus x square ന്റെ മീനിങ് എന്താ, y is equal to 0 അത് ലോവർ ലിമിറ്റും, y is equal to root of 4 minus x square ന്റെ അപ്പർ ലിമിറ്റ്. അപ്പൊ ക്ലിയർ ആയല്ലോ? അപ്പൊ അതിന്റെ അർത്ഥം y is equal to root of 4 minus x square എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സൈഡിലും സ്ക്വയർ ചെയ്യുക. സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്താണ്, ലെഫ്റ്റ് സൈഡിൽ LHS y സ്ക്വയർ ചെയ്താൽ y സ്ക്വയർ കിട്ടും. റൈറ്റ് സൈഡിൽ റൂട്ട് ഓഫ് 4 മൈനസ് എക്സ് സ്ക്വയർ സ്ക്വയർ ചെയ്താൽ എന്ത് കിട്ടും, റൂട്ട് എക്സിന്റെ സ്ക്വയർ എന്താ, റൂട്ട് എക്സിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് എക്സ് ആണ് അല്ലെ. അപ്പൊ അതുപോലെ റൂട്ട് ഓഫ് 4 മൈനസ് എക്സ് സ്ക്വയർ ഹോൾ സ്ക്വയർ എന്താ 4 മൈനസ് എക്സ് സ്ക്വയർ കിട്ടും. അപ്പോൾ ഇനി ജസ്റ്റ് ചെറിയൊരു റീഅറേഞ്ച്മെന്റേ ഉള്ളൂ. ഈ മൈനസ് എക്സ് സ്ക്വയറിനെ LHSൽ കൊണ്ടുപോകാം. അപ്പൊ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 4 അങ്ങനെ തന്നെ എഴുതി. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 4. ഇത് എന്തിന്റെ ഇക്വേഷൻ ആണ്, ഒരു സർക്കിളിന്റെ ഇക്വേഷൻ ആണ് അല്ലെ. നമ്മളിപ്പോ ജനറലി പറയുകയാണെങ്കിൽ എക്സ് മൈനസ് എച്ച് ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ, വേർ ആർ എന്ന് പറയുന്നത് റേഡിയസ് ആണ്, ഈ എച്ച് കോമ കെ എന്ന് പറയുന്നത് എന്താണ്, സെന്റർ ആണ്. മനസ്സിലായോ? ഇപ്പൊ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷനിൽ ഒരു മിനിറ്റ് ഇതൊന്ന് ഇറേസ് ചെയ്തോട്ടെ. നമുക്ക് ഇപ്പൊ കിട്ടിയ ഇക്വേഷൻ എന്താ, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 4. അപ്പൊ ഇവിടെ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, എക്സ് മൈനസ് 0 ഹോൾ സ്ക്വയർ അല്ലെ. അതേപോലെ വൈ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈ മൈനസ് 0 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്താ തന്നിരിക്കുന്നത് 4 ആണ്, അതായത് 2 സ്ക്വയർ. അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലായി എച്ചും കെയും എന്താ 0 0 ആണ് അല്ലെ. അതിന്റെ അർത്ഥം ഇത് സെന്റർ ആണ്. ഈ എച്ച് കോമ കെ സെന്റർ അല്ലേ. അപ്പൊ സെന്റർ ഓഫ് ദ സർക്കിൾ ഒറിജിനിലാണ്. അത് ക്ലിയർ ആയല്ലോ? ഇനി അതേപോലെ റൈറ്റ് സൈഡിൽ ആർ ചെസ്റ്റിൽ ആർ സ്ക്വയർ, അതായത് ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു 2 സ്ക്വയർ ആണ്. ഇതിന്റെ മീനിങ് എന്താ, ആറിന്റെ വാല്യൂ എന്താണ് 2 ആണ്. അപ്പൊ നമുക്കിപ്പോ തന്നിരിക്കുന്ന റീജിയൻ എന്താ, ഒരു സർക്കുലർ റീജിയൻ ആണ്, സെന്റർ ഒറിജിനിലാണ് ആൻഡ് റേഡിയസ് 2 ആണ്. ഇത്രയും ക്ലിയർ ആയല്ലോ? അപ്പൊ ഈ തന്നിരിക്കുന്ന ലിമിറ്റ്സ് നിന്ന് ഇതെല്ലാം കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ഡയഗ്രാം ഒന്ന് കൺസിഡർ ചെയ്യാം. അപ്പൊ നമുക്ക് ഈ ഒരു സർക്കുലർ റീജിയൻ കിട്ടിയില്ലേ, അതായത് സെന്റർ ഒറിജിനിലാണ് ആൻഡ് റേഡിയസ് വന്നത് 2 ആണ്. ഇനി ഈ സ്ട്രിപ്പ് കൺസിഡർ ചെയ്യാം. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന y ഇസ് ഈക്വൽ ടു 0 മുതൽ റൂട്ട്, അതായത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 4, അതായത് y ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 4 മൈനസ് എക്സ് സ്ക്വയർ, അത് തന്നെയല്ലേ മീനിങ്. അപ്പൊ ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന റീജിയൻ. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, ഇതിനെ പോളാർ കോർഡിനേറ്റ്സിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പോകണം. ഓക്കെ, അപ്പൊ പോളാർ കോർഡിനേറ്റ്സിലേക്ക് കൺവേർട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ എക്സിന് പകരം എന്താ വരിക, ആർ കോസ് തീറ്റ, വൈക്ക് പകരം വരുന്നത് ആർ സൈൻ തീറ്റ, പിന്നെ അത് മാത്രമല്ല ഡി എക്സ് ഡി വൈ എന്താ ആർ ഡി ആർ ഡി തീറ്റ ആണ്. അപ്പൊ ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇനി നമുക്കറിയാം എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ, സർക്കിളിന്റെ കേസിൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്താ ഓൾറെഡി
ആർ സ്ക്വയർ ആണ്. ഈ ആർ തന്നെയാണ് നമുക്ക് പോളാർ കോർഡിനേറ്റ്സിലുള്ള ആർ. ഓക്കെ, അപ്പോൾ ഓൾറെഡി എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ ആണ് നമുക്കറിയാം. അപ്പൊ നമ്മുടെ ഫംഗ്ഷനിൽ ഇവിടെ ഒരു y ഉണ്ട്, പിന്നെ ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഉണ്ട്. ഇത് എന്ന് പറയുന്നത് എന്താ, ആർ സ്ക്വയർ ആണ്. ഓക്കെ, ഇനി അത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, പോളാർ കോർഡിനേറ്റ്സിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യണം. അപ്പൊ നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഈ ലിമിറ്റ്സിന് ചേഞ്ച് വരും അല്ലെ. അതായത് നേരത്തെ എടുത്തത് എക്സിന്റെ വൈയുടെ ലിമിറ്റ്സ് ആണ്, ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ആറിന്റെയും തീറ്റയുടെയും ലിമിറ്റ്സ് ആണ്. അപ്പൊ റേഡിയസ് നമുക്കറിയാം 0 മുതൽ 2 ആണ് അല്ലെ. നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്ന റീജിയൻ ഏതിലാണ്, ഫസ്റ്റ് ക്വാഡ്രന്റിലാണ്. ശരിയാണല്ലോ, ഫസ്റ്റ് ക്വാഡ്രന്റിലാണ് ഇപ്പൊ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന റീജിയൻ വന്നിരിക്കുന്നത്. 0 to ആ ലിമിറ്റ്സ് ആണ് തന്നിരിക്കുന്നത്. സോ ഫസ്റ്റ് ക്വാഡ്രന്റിലുള്ള റീജിയൻ ആണ് മാത്രം നമ്മൾ കൺസിഡർ ചെയ്താൽ മതി. അപ്പൊ അത് കാരണം ഫസ്റ്റ് ക്വാഡ്രന്റിൽ നമുക്കറിയാം ആർ എന്ന് പറയുന്നത് 0 മുതൽ 2 വരെയാണ്. തീറ്റയുടെ ലിമിറ്റ് അപ്പൊ എന്തായിരിക്കും, ഫസ്റ്റ് ക്വാഡ്രന്റ് ആയതുകൊണ്ട് തീറ്റയുടെ ലിമിറ്റ് എന്ന് പറയുന്നത് 0 to π/2 ആണ്. കാരണം ഓരോ ക്വാഡ്രന്റ്സ് ഉണ്ട് π/2 ഡിഫറൻസ് ആണ് അല്ലെ. അപ്പൊ ഫസ്റ്റ് ക്വാഡ്രന്റിൽ 0 മുതൽ π/2 വരെയാണ് ലിമിറ്റ് വരെ. അപ്പൊ നമുക്ക് രണ്ട് ലിമിറ്റ്സ് കിട്ടി. സോ ഈ ക്വസ്റ്റ്യൻ integral 0 to 2 integral 0 to root of 4 minus x square y into x square plus y square dy dx നെ എങ്ങനെ എഴുതാൻ പറ്റും, ഇവിടെ കോൺസ്റ്റന്റ് ലിമിറ്റ്സ് ഏതിനാണ്, ആറിനാണ്. അപ്പൊ അത് ഏറ്റവും ഔട്ട്സൈഡ് എഴുതാം, integral 0 to 2. അപ്പൊ dr ഏറ്റവും ഔട്ട്സൈഡ് എഴുതി. ഇന്നർ സൈഡിൽ ഏതാ എഴുതേണ്ടത്, നമുക്ക് തീറ്റയുടെ, അതായത് integral 0 to π/2. എങ്ങനെ ഇതിപ്പോ നേരെ തിരിച്ചാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, കാരണം ഇവിടെ ഇപ്പൊ രണ്ടും കോൺസ്റ്റന്റ് ലിമിറ്റ്സ് ആണ്. അപ്പോൾ നമുക്കിപ്പോ സപ്പോസ് ഓർഡർ ഓഫ് ഇന്റഗ്രേഷൻ മാറിയാലും പ്രശ്നമൊന്നും വരില്ല. പക്ഷെ ഇൻ ടേംസ് ഓഫ് അതർ വേരിയബിൾ ഒക്കെ ആണെങ്കിൽ അങ്ങനെ ഓർഡർ ഒരിക്കലും ചേഞ്ച് ചെയ്യാൻ പാടില്ല. ഓർഡർ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ തന്നെ ലിമിറ്റ്സും ചേഞ്ച് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ ഇന്റഗ്രൽ 0 to 2 ഇന്റഗ്രൽ 0 to π/2. ഇനി r sin θ, അതായത് y into എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ അല്ല നമ്മുടെ ഫംഗ്ഷനിൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ. ഇവിടെ y നമ്മുടെ പോളാർ കോർഡിനേറ്റ്സിൽ എന്താ, ആർ സൈൻ തീറ്റ ആണ്. ഇനി എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്നത് ആർ സ്ക്വയർ ആണ് ഞാൻ പറഞ്ഞു അല്ലെ. സോ ആർ സ്ക്വയർ. ഇനി ഡി എക്സ് ഡി വൈ എന്താ, നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, അതായത് ആർ ഡി ആർ ഡി തീറ്റ ആണ്. ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷനിൽ വരുത്തിയ ചേഞ്ചസ് എന്തൊക്കെയാണ്, പോളാർ കോർഡിനേറ്റ്സ് ആക്കി മാറ്റിയപ്പോൾ നമ്മുടെ ആക്ച്വൽ ക്വസ്റ്റ്യനിൽ വന്ന ചേഞ്ചസ് പറഞ്ഞുതരാം ഒന്നുകൂടി. അതായത് ഇന്റഗ്രൽ ഫസ്റ്റ് ലിമിറ്റ്സ് മാറിയത് നോക്കാം. ആദ്യം ഇവിടെ വൈയുടെ ലിമിറ്റും എക്സിന്റെ ലിമിറ്റ് ആണ് 0 to 2, വൈയുടെ ലിമിറ്റ് 0 to root of 4 minus x1. അതിവിടെ എന്തായി, ആറിന്റെ ലിമിറ്റ് 0 to 2y, തീറ്റയുടെ ലിമിറ്റ് 0 to π/2. ഇത് രണ്ടും യൂസ് ചെയ്തു. ഇനി നമ്മുടെ ഫംഗ്ഷന് വരുന്ന ചേഞ്ച് എന്താ, y എന്ന് പറയുന്നത് ആർ സൈൻ തീറ്റയാണ്, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് പറയുന്നത് ആർ സ്ക്വയർ ആണ്. ആൻഡ് ഡി വൈ ഡി എക്സ് എന്ന് പറയുന്നത്, അതായത് ഡി എ എന്ന് പറയുന്നത് എന്താ, ആർ ഡി ആർ ഡി തീറ്റ ആണ്. ഇപ്പൊ ഇത്രയുമാണ് കൺവേർഷനിൽ വന്നത്. ഇനി ആറിന്റെ ടേംസ് ഗ്രൂപ്പ് ചെയ്യാം. ഒരു ആർ, പിന്നെ ആർ സ്ക്വയർ, പിന്നെ ആർ. അപ്പൊ ആർ റേസ് ടു 4 വരും അല്ലെ. ആർ റേസ് ടു 4 ഇൻറ്റു, ഇനി ഒരു സൈൻ തീറ്റ ഉണ്ട്, അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യണം. ഇന്റഗ്രൽ സൈൻ തീറ്റ ഡി തീറ്റ. ഇന്റഗ്രൽ ഓഫ് സൈൻ എന്താ, മൈനസ് കോസ് ആണ് അല്ലെ. അപ്പൊ മൈനസ് കോസ് തീറ്റ. തീറ്റയുടെ ലിമിറ്റ്സ് എന്താ, 0 മുതൽ π/2. ബാക്കി ഡി ആർ അങ്ങനെ തന്നെ എഴുതാം. ദാറ്റ് ഈസ് ഇന്റഗ്രൽ 0 to 2 r raised to 4 കോൺസ്റ്റന്റ് ആണ്. കാരണം നമ്മൾ വിത്ത് റെസ്പെക്ട് ടു തീറ്റ ചെയ്യുമ്പോൾ r കോൺസ്റ്റന്റ് ആണ്, അത് ആദ്യം മാറ്റി എഴുതുക. എന്നിട്ട് തീറ്റയുടെ ഫംഗ്ഷൻസിനെ മാത്രം ഇന്റഗ്രേറ്റ് ചെയ്ത് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. സോ ഇവിടെ സൈൻ തീറ്റയുടെ മൈനസ് കോസ് തീറ്റ കിട്ടി. ലിമിറ്റ്സ് 0 മുതൽ π/2 വരെയാണ്. അപ്പൊ അപ്പർ ലിമിറ്റ് π/2 അപ്ലൈ ചെയ്യാം. അപ്പൊ എന്ത് വരും, മൈനസ് പുറത്തേക്ക് എടുക്കുക. ഈ ഒരു മൈനസിനെ നമ്മൾ ഔട്ട് സൈഡ് എടുത്തു. എന്നിട്ട് അപ്പർ ലിമിറ്റ് കോസ് π/2 മൈനസ് കോസ് 0 ആണത്. സോ cos 0 1 ആണ്, cos π/2 0 ആണ്. ഇവിടെ ഓൾറെഡി ഒരു മൈനസ് പുറത്തുണ്ട്. സോ ഈ 0 മൈനസ് 1 എന്ന് പറഞ്ഞാൽ മൈനസ് 1 ആണ്. മൈനസ് ഓഫ് മൈനസ് 1 എന്താ, പ്ലസ് 1 ആണ്. ക്ലിയർ ആയോ? അതുകൊണ്ടാണ് ഇവിടെ 1 എന്ന് എഴുതിയിരിക്കുന്നത്. ഇനി നമ്മുടെ ഇന്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു r ചെയ്യാം. r raised to 4 into 1 കിട്ടി dr. ഇനി r raised to 4 ന്റെ ഇന്റഗ്രൽ എന്താ, r raised to 5/5. ലിമിറ്റ്സ് എന്താ, 0 മുതൽ 2 വരെ. സോ ലോവർ ലിമിറ്റ് 0 കൊടുക്കുമ്പോൾ മൊത്തം 0 ആയിപ്പോൾ. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്താ വരിക, 2 raised to 5/5 വരും. 2 raised to 5 എന്ന് പറയുന്നത് 32 ആണ്. സോ 32/5 ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇവാലുവേറ്റ് ഡബിൾ ഇന്റഗ്രൽ ഓവർ r e raised to x square plus y square dy dx where r is the semicircular region bounded by x axis and the curve y is equal to root of 1 minus x square. ക്ലിയർ ആയല്ലോ? നമുക്ക് തന്നിരിക്കുന്ന സെമി സർക്കുലർ റീജിയൻ ആണ്. ഫംഗ്ഷൻ തന്നിരിക്കുന്നത് എന്താ, e raised to x square plus y square. ഓക്കെ, f of x y തന്നിരിക്കുന്നത് e raised to x square plus y square ആണ്. r എന്ന് പറയുന്നത് സെമി സർക്കുലർ റീജിയൻ ആണ്, ബൗണ്ടഡ് ബൈ x ആക്സസ്. അപ്പൊ x ആക്സസും പിന്നെ y is equal to root of 1 minus x square കർവും. അതിന്റെ മീനിങ് എന്താ,
y is equal to root of 1 minus x square just square ചെയ്യുക രണ്ട് സൈഡിലും. അപ്പോൾ y square is equal to 1 minus x square. റീഅറേഞ്ച് ചെയ്താൽ എന്ത് കിട്ടും? x square plus y square is equal to 1. 1 എന്ന് പറഞ്ഞാൽ 1 square. അതായത് സർക്കിൾ തന്നെ അല്ലെ, x square plus y square is 1 square. ഇപ്പോൾ നമുക്ക് സർക്കിളിന്റെ റീജിയൻ റേഡിയസ് 1 എന്നുള്ളത് കിട്ടി. നമ്മുടെ അടുത്ത് കൺസിഡർ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് സെമി സർക്കുലർ റീജിയൻ ആണ്. ക്ലിയർ ആയല്ലോ? സോ സെമി സർക്കുലർ റീജിയൻ മാത്രം കൺസിഡർ ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ നമുക്ക് ലിമിറ്റ്സ് എന്താ വരിക? -1 to +1 ആണ് വരിക. ക്ലിയർ ആയോ? -1 to +1 റീജിയൻ മാത്രം കൺസിഡർ ചെയ്താൽ മതി. ആൻഡ് ഇവിടെ വിത്ത് എക്സ് ആക്സിസും പിന്നെ ആ സെമി സർക്കുലർ റീജിയനും കൂടി കവർ ചെയ്യുന്ന ആ റീജിയൻ ആണ് R. ഇനി നമ്മൾ ലിമിറ്റ്സിൽ വരുന്ന ചേഞ്ചസ് നോക്കാം. y നമുക്ക് തന്നിരിക്കുന്നത് 0 മുതൽ root of 1 minus x square. ഇതിന്റെ മീനിങ് എന്താ? y is equal to 0, y is equal to root of 1 minus x square. ഇപ്പൊ നേരത്തെ ചെയ്ത പോലെ x square plus y square is equal to 1 എന്നുള്ളത് കിട്ടി. ഇനി പോളാർ കോർഡിനേറ്റ്സിൽ ചെയ്ത പോലെ x equal to r cos theta, y equal to r sin theta, dx dy എന്താ? r dr d theta. പിന്നെ അറിയാം x square plus y square എന്ന് പറയുന്നത് r square ആണ്. അപ്പൊ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ഫംഗ്ഷനിൽ എന്താ ചേഞ്ചസ് വരിക? e raised to x square plus y square നമ്മൾ എന്താക്കണം? r square ആക്കണം. ക്ലിയർ ആയോ? dy dx നെ r dr d theta ആക്കണം. പിന്നെ കറസ്പോണ്ടിങ് ലിമിറ്റ്സ് ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ ഡബിൾ ഇന്റഗ്രൽ ഓവർ r e raised to x square plus y square dy dx തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ is equal to നമുക്ക് ലിമിറ്റ്സ് എന്താ വരിക? സെമി സർക്കുലർ റീജിയൻ ആണ് അല്ലെ, അത് -1 to 1 കൺസിഡർ ചെയ്യണം. അപ്പോൾ -1 to 1 കൺസിഡർ ചെയ്യുമ്പോൾ രണ്ട് ക്വാഡ്രൻസ്, അതായത് 0 മുതൽ π വരെ കൺസിഡർ ചെയ്യണം. ക്ലിയർ ആയല്ലോ? സോ തീറ്റയുടെ വാല്യൂ എന്താ? 0 മുതൽ π. ഓക്കെ, ആൻഡ് ആറിന്റെ വാല്യൂ നമുക്കറിയാം, റേഡിയസ് എന്താ? 1 സ്ക്വയർ, അതായത് 0 to 1 ആണ്. ഇനി e raised to x square plus y square ന് r square കൊടുത്തു, dx dy ക്ക് r dr d theta കൊടുത്തു. ഇനി നമ്മൾ ജസ്റ്റ് r square, അതായത് e raised to r square, അതിൽ r square ന് നമ്മൾ t എന്ന് പറയുന്ന വേരിയബിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ, അതായത് കുറച്ചും കൂടി ഈസിയർ ഇന്റഗ്രേഷന് വേണ്ടിയിട്ടാണ് r സ്ക്വയറിന് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക, t എന്ന് കൊടുക്കുക. അപ്പോൾ r square is equal to t യുടെ കേസിൽ രണ്ട് സ്ഥലത്തും ഇന്റഗ്രേറ്റ് ചെയ്യുക, രണ്ട് സ്ഥലത്തും ഡെറിവേറ്റീവ് കാണും. അപ്പൊ 2r dr എന്ന് പറയുന്നത് എന്തായി? dt ആയി അല്ലെ. അതായത് r dr നെ നമുക്ക് എന്തായിട്ട് എഴുതാൻ പറ്റും? dt/2 എന്ന് എഴുതിക്കൂടെ? സോ ഇവിടെ r dr നെ dt/2 എന്ന് എഴുതാം. ക്ലിയർ ആയോ? അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇനി e raised to r square നെ നമ്മൾ t കൊടുത്തു, അപ്പോൾ e raised to t എഴുതി. ഇനി ബാക്കി, അതായത് ബാക്കി നമ്മൾ ചേഞ്ചസ് ഒന്നും വരുത്തിയിട്ടില്ല, തീറ്റയുടെ അങ്ങനെ തന്നെ എഴുതി. ക്ലിയർ ആയല്ലോ? ഇനി വേറൊരു കാര്യമുണ്ട്, ഞാൻ പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളിപ്പോൾ സപ്പോസ് വേരിയബിൾസ് എന്തെങ്കിലും ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ വരുത്തുകയാണെങ്കിൽ ലിമിറ്റ്സിനും അതനുസരിച്ച് ഒന്നെങ്കിൽ ചേഞ്ചസ് വരുത്താം, ഒന്നെങ്കിൽ അപ്പം തന്നെ ചേഞ്ച് ചെയ്യാം. അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ഈ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്തിട്ട് ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിയില്ലേ, ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ, അതായത് തിരിച്ചു പഴയ അതേ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാം. ഇപ്പൊ ഇവിടെ നമുക്കിപ്പോ സപ്പോസ് e raised to r square ന് നമ്മൾ t കൊടുത്തു അല്ലെ, എന്നിട്ട് ഇന്റഗ്രേറ്റ് ചെയ്തു. ഇപ്പൊ ഞാൻ ഇവിടെ ചെയ്തിരിക്കുന്നത് ലിമിറ്റ്സ് അപ്ലൈ ചെയ്യണം. ഇവിടെ കാണിച്ചിരിക്കുന്നത് ലിമിറ്റ്സ് അപ്ലൈ ചെയ്തു, അതായത് നമ്മൾ r ന് ഇൻ ടേംസ് ഓഫ് t നമ്മൾ ചേഞ്ച് ചെയ്യണം. അപ്പോൾ ലിമിറ്റിന്റെ വാല്യൂ ചേഞ്ച് ചെയ്യണം. അതായത് എങ്ങനെ ചേഞ്ച് ചെയ്യണം പറഞ്ഞുതരാം, കൺഫ്യൂസ്ഡ് ആവണ്ട, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒന്നെങ്കിൽ രണ്ട് രീതിയിൽ ചെയ്യാം, ഒന്നെങ്കിൽ ഇപ്പൊ തന്നെ ലിമിറ്റ് മാറ്റിയിട്ട് ഇൻ ടേംസ് ഓഫ് ടി പിന്നെ ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. ഓക്കെ, അല്ലെങ്കിൽ എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ടിയുടെ ടേംസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, എന്നിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടിക്ക് പകരം എന്താണ് ഇൻ ടേംസ് ഓഫ് ആർ അത് തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, എന്നിട്ട് ആറിന്റെ ലിമിറ്റ് കൊടുക്കാം. അത്രേ ഉള്ളൂ. ഓക്കെ, ഒരുപാട് കൺഫ്യൂസ്ഡ് ആവേണ്ട ആവശ്യമില്ല. സോ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോ ഇവിടെ ആറിന് നമുക്കിപ്പോ r square is equal to t ആണ് കൊടുക്കാൻ പോണേ അല്ലെ. ഇവിടെ ആറിന്റെ ലിമിറ്റ് എന്തായിരുന്നു? 0 to 1 ആയിരുന്നു. അപ്പൊ ടിയുടെ ലിമിറ്റ് നമുക്ക് നോക്കിക്കൂടെ? ആറിന്റെ ലിമിറ്റ് 0 to 1 ആയിരുന്നു. അപ്പൊ ടിയുടെ വാല്യൂ എന്താ വരിക? ടി എന്ന് പറയുന്നത് r square ആണ് അല്ലെ. അപ്പൊ r 0 കൊടുക്കുമ്പോൾ r square 0 ആവില്ലേ, അപ്പൊ ഇവിടെ 0 കിട്ടി. ഇനി r 1 കൊടുക്കുമ്പോൾ r squareന്റെ വാല്യൂ 1 ആവില്ലേ, സോ ഇവിടെ 1 കിട്ടി. അപ്പൊ ടിയുടെ ലിമിറ്റും പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നുമില്ല, 0 to 1 തന്നെ കിട്ടും. ക്ലിയർ ആയല്ലോ? ഇതാണ് r0 കൊടുക്കുമ്പോൾ t0, r1 കൊടുക്കുമ്പോൾ t1. അപ്പൊ നമുക്ക് ലിമിറ്റിന് ഇന്റഗ്രൽ 0 to π d theta അങ്ങനെ തന്നെ എഴുതി. ഇനി ഇന്റഗ്രൽ 0 to 1 ഇൻ ടേംസ് ഓഫ് t ആക്കി, e raised to t dt/2. ഇനി 1/2 എന്നുള്ളത് പുറത്തെടുത്ത് എഴുതി, 1/2 ഇന്റഗ്രൽ 0 to π ഇന്റഗ്രൽ e raised to t dt എന്താ? e raised to t തന്നെയാണ്, വിത്തിൻ ദ ലിമിറ്റ്സ് 0 to 1.
ഓക്കെ, അപ്പോൾ ആ ലിമിറ്റ് അപ്ലൈ ചെയ്ത അപ്പർ ലിമിറ്റ് e raised to t വിത്തിൻ ദ ലിമിറ്റ് 0 to 1 എന്ന് പറഞ്ഞാൽ അപ്പർ ലിമിറ്റ് e raised to 1 ആണ്, ലോവർ ലിമിറ്റ് e raised to 0. e raised to 1 പറഞ്ഞാൽ e തന്നെ, e raised to 0 1, അതാണ് e minus 1 ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇനി ബാക്കി വിത്ത് റെസ്പെക്ട് ടു തീറ്റ ഇന്റഗ്രേറ്റ് ചെയ്യാം. e minus 1 കോൺസ്റ്റന്റ് അല്ല, വിത്ത് റെസ്പെക്ട് ടു തീറ്റ ചെയ്യുമ്പോൾ ഹാഫ് ഓൾറെഡി പുറത്തുണ്ട്. സോ ഹാഫ് ഇൻറ്റു e minus 1 ഇൻറ്റു ഇന്റഗ്രൽ d തീറ്റ എന്താ വരിക, തീറ്റ വിത്തിൻ ദ ലിമിറ്റ്സ് 0 to π. അപ്പോൾ പൈ ആണ് അപ്പർ ലിമിറ്റ് മൈനസ് 0 ലോവർ ലിമിറ്റ്. അപ്പോൾ ഇതെന്താ വരിക, പൈ. സോ പൈ മുകളിൽ വരും, താഴെ 1/2 ഓൾറെഡി ഉള്ളതുകൊണ്ട് π/2 ഇൻറ്റു e minus 1. ഇതാണ് ആൻസർ. Third question, evaluate double integral over r sin theta dA where r is the region in the first quadrant, that is outside the circle r is equal to 2 and inside the cardioid r is equal to 2 into 1 plus cos theta. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന റീജിയൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ക്വാഡ്രന്റിലാണ് കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അവിടെ ആ റീജിയനിൽ ഇറ്റ് ഇസ് ഔട്ട്സൈഡ് ദ സർക്കിൾ r equal to 2. അപ്പോൾ ഒരു സർക്കിൾ ഉണ്ട്, അതിന്റെ റേഡിയസ് 2 ആണ്. ആ സർക്കിൾ റീജിയന്റെ ഔട്ട്സൈഡ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന റീജിയൻ. പക്ഷെ കാർഡിയോയിഡ് എന്ന് പറയുന്ന ഒരു ഫിഗർ അതിന്റെ ആ ഒരു കർവിന്റെ ഉള്ളിലാണ് കൺസിഡർ ചെയ്യേണ്ടത്. r is equal to 2 എന്ന് പറയുന്ന സർക്കിളിന്റെ പുറത്തും പിന്നെ കാർഡിയോയിഡിന്റെ ഉള്ളിലും. ക്ലിയർ ആയോ? അപ്പൊ ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട റീജിയൻ. ഇനി ഇവിടെ ജസ്റ്റ് ഒരു ഫിഗർ, മെയിൻ ഫിഗർ ഒന്നും കാണിച്ചിട്ടില്ല, ജസ്റ്റ് കാർഡിയോയിഡ് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. കാർഡിയോയിഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പ്ലെയിൻ കർവ് traced by a point of a circle that is rolling on the circumference of another circle of same radius. ഇപ്പോൾ ഒരു സർക്കിൾ ഉണ്ടെങ്കിൽ ഈ സർക്കിളിന്റെ സർക്കംഫറൻസിന് ചുറ്റും ഒരു സർക്കിൾ റൊട്ടേറ്റ് ചെയ്യാൻ വിചാരിക്കും. അതായത് ഈ സർക്കിളിലെ ഇതേ സെയിം റേഡിയസ്. ഒരു മിനിറ്റ്, ഇങ്ങനെ വരച്ച കൺഫ്യൂഷൻ ആവും. എന്താണ് കാർഡിയോയിഡ് എന്ന് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുള്ളൂ. ഇപ്പൊ ഇതൊരു സർക്കിൾ. ഓക്കെ, ഈ ഒരു സർക്കിളിന്റെ അതേ റേഡിയസിലുള്ള വേറെ സർക്കിൾ. ഈ സർക്കിൾ, അതായത് ഇതിപ്പോ ഫസ്റ്റ് സർക്കിൾ, ഇത് സെക്കൻഡ് സർക്കിള് നമ്മുടെ ഫസ്റ്റ് സർക്കിളിനെ സർക്കംഫറൻസിൽ റൊട്ടേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കാം. ഓക്കെ, സപ്പോസ് ഇതാണ് പോയിന്റ് എന്ന് വിചാരിക്കാം. അപ്പോൾ ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇതിങ്ങനെ ഫുൾ റൊട്ടേറ്റ് ചെയ്യും അല്ലെ. അപ്പൊ ഈ ഒരു പോയിന്റ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ട്രേസ് ചെയ്യുന്ന കർവ്, എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും വരിക. ഓക്കെ, അതായത് ഈ ഷേപ്പാണ് വരിക. ഇതിനെയാണ് കാർഡിയോയിഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പോൾ ഒരു സർക്കിൾ വേറൊരു സർക്കിളിന്റെ സർക്കംഫറൻസിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ആ ഒരു സർക്കിളിന്റെ ഏത് സർക്കിളാണ് ഔട്ട്സൈഡ് റൊട്ടേറ്റ് ചെയ്യണേ അതിന്റെ ഒരു പർട്ടിക്കുലർ പോയിന്റ് നമ്മുടെ ഫസ്റ്റ് സർക്കിളിന് ചുറ്റും റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആ സർക്കംഫറൻസിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഫിഗർ, അതാണ് കാർഡിയോയിഡ്. ഓക്കെ, ജസ്റ്റ് കാർഡിയോയിഡ് എന്താണ്, അതെന്താ ഷേപ്പ് എന്നുള്ളത് ജസ്റ്റ് മനസ്സിലാക്കുക. ഇനി ഈ കാർഡിയോയിഡ് ഇപ്പൊ നമുക്ക് തന്നിരിക്കുന്ന റീജിയൻ എന്താ, ഡബിൾ ഇന്റഗ്രൽ ഓവർ r sin theta dA. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ. ഇതിനെ നമുക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യണം, അതായത് ഇന്റഗ്രൽ 0 to π/2. നമ്മുടെ അടുത്ത് കൺസിഡർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന റീജിയൻ എങ്ങനെയാ, ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ് അല്ലെ. അപ്പൊ ഫസ്റ്റ് ക്വാഡ്രന്റിൽ നമുക്കറിയാം തീറ്റയുടെ ലിമിറ്റ് എന്താ, 0 to π/2 ആണ്. അത് ക്ലിയർ ആണല്ലോ. ഇനി ആറിന്റെ ലിമിറ്റ് എന്ന് പറയുന്നത് 2 മുതൽ 2 into 1 plus cos theta ആണ്. സോറി, ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, ഇത് 2 ആണ്. ഓക്കെ, അതായത് 2 മുതൽ 2 into 1 plus cos theta, കാരണം ഇവിടെ ഓൾറെഡി സ്പെസിഫൈ ചെയ്തിട്ടുണ്ട് r is equal to 2 നിന്ന് r is equal to 2 into 1 plus cos theta. ഇതാണ് ലിമിറ്റ് ആറിന്റെ. ക്ലിയർ ആയല്ലോ? അപ്പൊ 2 ആണ് ലോവർ ലിമിറ്റ്, അപ്പർ ലിമിറ്റ് 2 into 1 plus cos theta. ഓക്കെ, ഇനി ജസ്റ്റ് ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രൽ 0 to π/2, അത് തീറ്റയുടെ ആണ്, ഔട്ട്സൈഡ് എഴുതി. ഇനി ഇന്റഗ്രൽ 0 അല്ല ഇവിടെ, സോറി 2 ആണ് കേട്ടോ. ഇവിടെ കറക്റ്റ് ആണ്, ഇവിടെ ബൈ മിസ്റ്റേക്ക് എഴുതിയതാണ്. സോ ഇന്റഗ്രൽ 0 to π/2 ഇന്റഗ്രൽ 2 to 2 into 1 plus cos theta sin theta into, ഇനി നമ്മുടെ പോളാർ കോർഡിനേറ്റ്സിൽ മാറ്റുക. അപ്പോൾ dAക്ക് പകരം എന്ത് എഴുതി, r dr d theta. sin theta പിന്നെ ഓൾറെഡി അങ്ങനെ തന്നെ. ഇനി ഇന്റഗ്രൽ 0 to π/2 sin theta പുറത്ത് എഴുതാം. r-ന്റെ ഇന്റഗ്രൽ എന്താ വരിക, r²/2. ലിമിറ്റ് അപ്ലൈ ചെയ്യുക, 2 മുതൽ 2 into 1 plus cos theta. ബാക്കി d theta അങ്ങനെ എഴുതി. ഇനി ഇന്റഗ്രൽ 0 to π/2, ഇവിടെ ഇപ്പോൾ നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ 1/2 കോൺസ്റ്റന്റ് അല്ലേ, അത് പുറത്ത് എഴുതാം. സോ 1/2 sin theta. ഇനി r²ന്റെ ലിമിറ്റ് അപ്ലൈ ചെയ്യുക, ദാറ്റ് ഇസ് 2 മുതൽ 2 into 1 plus cos theta. ക്ലിയർ ആയി? അപ്പൊ 2 അപ്ലൈ ചെയ്യുമ്പോൾ 2² വരും, മൈനസ് 2 into 1 plus cos theta ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ, 2² into 1 plus cos theta ഹോൾ സ്ക്വയർ. ക്ലിയർ ആയല്ലോ? അതായത് 4 minus 4 into 1 plus cos theta ഹോൾ സ്ക്വയർ. ഓക്കെ,
അതാണ് 4 into 1 plus cos theta whole square minus 4. ഇവിടെ നമുക്ക് upper limit minus lower limit ആണ്. സോറി, ഒരു മിനിറ്റ്, ഞാൻ ലോവർ ലിമിറ്റ് മൈനസ് അപ്പർ ലിമിറ്റ് ആണ് ചെയ്തത്. സോറി സർ, ജസ്റ്റ് ഓർഡർ ചേഞ്ച് ചെയ്താൽ മതി. അതായത് നമ്മുടെ അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത് 2 into 1 plus cos theta ഹോൾ സ്ക്വയർ ആണ്. ഹോൾ സ്ക്വയർ കഴിയുമ്പോൾ ഇത് ഹോൾ സ്ക്വയർ ആണ് കേട്ടോ. ഇനി മൈനസ് 2 സ്ക്വയർ അല്ലെ, അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. അപ്പർ ലിമിറ്റ് ആണ് 2 into 1 plus cos theta. അപ്പൊ 2 into 1 plus cos theta ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ മീനിങ് എന്താ? 2 square into 1 plus cos theta ഹോൾ സ്ക്വയർ മൈനസ് 2 സ്ക്വയർ എന്താ? 2 സ്ക്വയർ അങ്ങനെ തന്നെ എഴുതി. അതായത് 4 into 1 plus cos theta ഹോൾ സ്ക്വയർ മൈനസ് 4. ക്ലിയർ ആയല്ലോ? അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. 4 into 1 plus cos theta ഹോൾ സ്ക്വയർ മൈനസ് 4. ഇനി ട്വൈസ്, അതായത് 2 എന്ന് പറയുന്നത് നമ്മൾ പുറത്തെടുത്തു. അതായത് ഈ 4 രണ്ടിനും കോമൺ ആണ് അല്ലെ, 4 എന്ന് പറയുന്ന ടേം കോമൺ ആണ്. അപ്പൊ ആ രണ്ട് ടേംസ് ഒന്നും 4 പുറത്തേക്ക് എടുത്തു. എന്നിട്ട് ബൈ 2 ചെയ്താൽ എന്താവും? ഓൾറെഡി 1/2 ഉണ്ട്, ഒരു 4 പുറത്തേക്ക് എടുത്തു. സോ 4/2 1/2 ആണ്, സോറി 2 ആണ്. അപ്പൊ ആ 2 ആണ് ഇവിടെ പുറത്ത് എഴുതിയിരിക്കുന്നത്. ക്ലിയർ ആയോ? അപ്പൊ ഇനി ക്യാൻസൽ ചെയ്തൊന്നും കാണിച്ചിട്ടില്ല. ദാറ്റ് ഈസ് ഈ രണ്ട് ടേംസിലും 4 കോമൺ ആണ്. ആ 4 പുറത്തേക്ക് എടുത്തു. ഓൾറെഡി ബൈ 2 നമ്മൾ ഔട്ട് സൈഡ് മുന്നേ എഴുതിയിട്ടുള്ളതാണ്. 4/2 എന്താ പറയുക? 2. അങ്ങനെയാണ് ഈ 2 പുറത്ത് എഴുതിയിട്ടുള്ളത്. ഓക്കെ, ഇനി ബാക്കി ടേംസ് എന്താ? ഇവിടെ സൈൻ തീറ്റ ഉണ്ട്, അതങ്ങനെ എഴുതി. സൈൻ തീറ്റ ഇൻറ്റു 1 plus cos theta ഹോൾ സ്ക്വയർ മൈനസ് ഇനി സൈൻ തീറ്റ, അതായത് സൈൻ തീറ്റനെ ഇനി നമ്മൾ ബ്രാക്കറ്റിന്റെ ഉള്ളിലേക്ക് എടുക്കുകയാണ്. ഓരോ ടേംസിനും സെപ്പറേറ്റ് ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോകണം. അപ്പൊ എങ്ങനെ വരിക? ഈ 2 എങ്ങനെ കിട്ടിയ മനസ്സിലായല്ലോ? ഓരോന്നിൽ നിന്നും 4 പുറത്തേക്ക് എടുത്തിട്ട് ബൈ 2 ചെയ്തപ്പോൾ 2 കിട്ടി. അപ്പൊ ഇവിടെ 4 ഇനി നമ്മൾ ഉള്ളിൽ എഴുതേണ്ട ആവശ്യമില്ല. ഇനി ഈ സൈൻ തീറ്റനെ ബ്രാക്കറ്റിന്റെ ഉള്ളിലേക്ക് എടുക്കണം. സോ സൈൻ തീറ്റ ഇൻറ്റു 1 plus cos theta ഹോൾ സ്ക്വയർ. ഇനി ബാക്കി സൈൻ തീറ്റ ഓൾറെഡി ഉണ്ട്, ഇവിടെ ഒരു മൈനസ് ഉണ്ട്, പിന്നെ സൈൻ തീറ്റ എഴുതി. ഇന്റഗ്രലും സ്പ്ലിറ്റ് ചെയ്തു. സോ ഓരോ ടേംസ് എങ്ങനെ വരിക? ഇന്റഗ്രൽ 0 to π/2 സൈൻ തീറ്റ ഇൻറ്റു 1 plus cos theta ഹോൾ സ്ക്വയർ ഡി തീറ്റ മൈനസ് ഇന്റഗ്രൽ 0 to π/2 സൈൻ തീറ്റ ഡി തീറ്റ. ഇനി നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെക്കൻഡ് ടേം കൺഫ്യൂഷൻ ഇല്ല. അതായത് ജസ്റ്റ് സൈൻ തീറ്റനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. അതിപ്പോൾ നമുക്കറിയാലോ ഇന്റഗ്രൽ ഓഫ് സൈൻ എന്ന് പറയുന്നത് മൈനസ് കോസ് ആണ്. പക്ഷെ ഇവിടെ ഓൾറെഡി ഒരു മൈനസ് പുറത്തുള്ളത് കൊണ്ട് മൈനസ് കോസ് എന്നും പ്ലസ് കോസ് തീറ്റ ലിമിറ്റ് 0 to π/2 അപ്ലൈ ചെയ്യും. അപ്പൊ ആ സെക്കൻഡ് ടേമിൽ കൺഫ്യൂഷൻ വരുന്നില്ല. അപ്പൊ ഫസ്റ്റ് ടേമില് ഡയറക്റ്റ് ആയിട്ട് ജസ്റ്റ് ഒരു ഫംഗ്ഷൻ അല്ല തന്നിരിക്കുന്നത് അല്ലെ, പക്ഷെ പ്രോഡക്റ്റ് ഓഫ് 2 ഫംഗ്ഷൻസ് ഇൻ ടേംസ് ഓഫ് തീറ്റ ആണ്. അപ്പൊ നമ്മൾ അവിടെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യും. അതായത് 1 plus cos തീറ്റയ്ക്ക് നമ്മളൊരു വേരിയബിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. 1 plus cos theta is equal to t കൊടുക്കാം. അപ്പോൾ ഇവിടെ തന്നെ രണ്ട് സൈഡിലും LHS-ലും RHS-ലും ഡെറിവേറ്റീവ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എന്താവും? വിത്ത് റെസ്പെക്ട് ടു, നമ്മളിപ്പോൾ LHS-ലാണെങ്കിൽ d തീറ്റയും വിത്ത് റെസ്പെക്ട് ടു dt ആണ് RHS-ൽ എടുക്കുക. സോ 1 plus cos തീറ്റയുടെ ഡെറിവേറ്റീവ് എന്താ പറയുക? 1ന്റെ 0ഉം cos തീറ്റയുടെ മൈനസ് സൈൻ തീറ്റ d തീറ്റ ഇസ് ഈക്വൽ ടു RHS-ലെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ dt. അപ്പൊ സൈൻ തീറ്റ ഡി തീറ്റ എന്തായി? ഈ മൈനസിന് റൈറ്റ് സൈഡിൽ കൊണ്ടുപോകും. മൈനസ് dt. ക്ലിയർ ആയല്ലോ? ഇത് എന്തിനാ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇത് ഇന്റഗ്രേറ്റ് ചെയ്യാൻ നേരിട്ടൊരു ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഫോർമുല ഇല്ല, അതുകൊണ്ടാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ക്ലിയർ ആയോ? അപ്പൊ ഇവിടെ സൈൻ തീറ്റ, അതായത് 1 plus cos തീറ്റയ്ക്ക് നമ്മൾ t കൊടുക്കുകയാണ്. സോ ഈ 1 plus cos theta ഹോൾ സ്ക്വയർ എന്താവും? t സ്ക്വയർ ആവും. ഇനി സൈൻ തീറ്റ ഡി തീറ്റ നമുക്ക് എന്തായിട്ട് കിട്ടി? മൈനസ് dt കിട്ടി. ഇനി ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് 2 ഓൾറെഡി പുറത്ത് എഴുതിയിട്ടുള്ളതാണ്. ഇന്റഗ്രൽ ടി സ്ക്വയർ ടു മൈനസ് dt പ്ലസ് സെക്കൻഡ് ടേം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കോസ് തീറ്റ നമുക്ക് കിട്ടും, മൈനസ് മൈനസ് പ്ലസ് ആവും. 0 to π/2 ലിമിറ്റ്സ് അപ്ലൈ ചെയ്യാം. അതിൽ വേറെ കൺഫ്യൂഷൻ ഇല്ല. ഇനി ഇവിടെ ടി സ്ക്വയർ എന്നുള്ളത് നമ്മൾ ഇന്റഗ്രൽ ടി സ്ക്വയർ dt എന്താ വരിക? x raised to n plus 1/n plus 1, അതായത് t raised to 3/3 വരും. ഇവിടെ ഓൾറെഡി ഒരു മൈനസ് ഉള്ളതുകൊണ്ട് മൈനസ് ഇവിടെ എഴുതി. അപ്പോൾ 2 പുറത്തുണ്ട്, മൈനസ് t³/3 പ്ലസ് ഇവിടെ cos π/2 മൈനസ് cos 0, അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. cos 90 0 ആണ്, cos 0 1 ആണ്. അപ്പോൾ 0 മൈനസ് 1 വരും, അതായത് മൈനസ് 1 മാത്രം ഉണ്ടാവും. 0 എന്നുള്ള ടേം ക്യാൻസൽ ആയി. ഇനി 2 ഇൻറ്റു മൈനസ് t³/3, ഇതില് മൈനസ് t³/3 ടിക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. അതായത് ഇനി നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്നെങ്കിൽ നമുക്ക് ടി എന്ന് പറയുന്ന പുതിയ വേരിയബിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ അപ്പൊ തന്നെ ലിമിറ്റ് ചേഞ്ച് ചെയ്യാമായിരുന്നു. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? പിന്നീട് തിരിച്ച് ഇൻ ടേംസ് ഓഫ് തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ആ ലിമിറ്റ് ചേഞ്ചിന്റെ ഒരു സ്റ്റെപ്സും കാര്യങ്ങളൊന്നും വേണ്ട. ക്ലിയർ ആയോ? അപ്പൊ ഇവിടെ ചെയ്തിരിക്കുന്നത് ഇപ്പൊ ടി ഇൻ ടേംസ് ഓഫ് ടി നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ടീനെ ഇൻ ടേംസ് ഓഫ് തീറ്റ തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം.
അതായത് 1 പ്ലസ് കോസ് തീറ്റ t1 പ്ലസ് കോസ് തീറ്റ അല്ലേ മൈനസ് പുറത്ത് എഴുതി 1 പ്ലസ് കോസ് തീറ്റ ഹോൾ ക്യൂബ് ബൈ 3 വിത്തിൻ ദ ലിമിറ്റ്സ് എന്താ 0 to pi by 2. ക്ലിയർ ആയല്ലോ? പ്ലസ് ഈ -1 എങ്ങനെ കിട്ടിയ ഞാൻ നേരത്തെ പറഞ്ഞു. ഇനി 2 ഇൻറ്റു ഈ 2 അങ്ങനെ തന്നെ പുറത്ത് എഴുതി -1/3 -1/3 ഇവിടെ എഴുതി ഇൻറ്റു 1 പ്ലസ് കോസ് തീറ്റ ഹോൾ ക്യൂബ് വിത്തിൻ ദ ലിമിറ്റ് 0 to pi by 2 -1. അതായത് 2 ഇൻറ്റു -1/3 ഇൻറ്റു ഇനി അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ചെയ്യാം. അപ്പർ ലിമിറ്റ് pi by 2 അല്ലേ? അത് ചെയ്യുമ്പോൾ 1 പ്ലസ് കോസ് pi by 2 എന്താ വരാ? കോസ് 90 0 ആണ്. അപ്പോൾ 1 പ്ലസ് 0 1 വരും. ആ 1 ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇനി മൈനസ് അപ്പോൾ അപ്പർ ലിമിറ്റിൽ 1 കിട്ടി, ലോവർ ലിമിറ്റിൽ എന്താ കിട്ടുക? 1 പ്ലസ് കോസ് 0 കോസ് 0 1 ആണ് അല്ലേ? അപ്പോൾ 1 പ്ലസ് 1 ഹോൾ ക്യൂബ്, ഇവിടെ ക്യൂബ് ഉണ്ട്, അപ്പോൾ ഹോൾ ക്യൂബ്. സോ അത്രയും കിട്ടി. ഇനി -1 ഓൾറെഡി അങ്ങനെ തന്നെ എഴുതി. ക്ലിയർ ആയോ? ഇനി 2 ഇൻറ്റു ഇവിടെ -1/3 -1/3 അങ്ങനെ തന്നെ എഴുതി -1/3 ഇൻറ്റു ഈ ബ്രാക്കറ്റിൽ എന്താ വരിക? 1 മൈനസ് 1 പ്ലസ് 1 ഹോൾ ക്യൂബ്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ സ്റ്റെപ്പിൽ ഈ -1/3 ഇല്ലേ അത് ഇതിന് മാത്രമേ ബാധകമുള്ളൂ. ഈ -1 സെപ്പറേറ്റ് ആണ്, അവിടെ -1/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യരുത്. ആ ഫസ്റ്റ് ടേമിന് മാത്രം -1/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ ഇവിടെ ഈ ബ്രാക്കറ്റിന്റെ ഉള്ളിലെ ടേം വാല്യൂ എന്താ വരിക? 1 മൈനസ് 1 പ്ലസ് 1 എന്താ? 2 ആണ്. 2 ക്യൂബ് എന്താ? 8 ആണ്. 1 മൈനസ് 8 എന്താ? -7. മനസ്സിലായോ? ഇനി ഇവിടെ ഒരു മൈനസ് ഉണ്ട്, പുറത്തൊരു മൈനസ് ഉണ്ട്, -7 വന്നു. അപ്പൊ +7 ഇൻറ്റു 1/3 എന്താ? 7/3. ക്ലിയർ ആയല്ലോ? മൈനസ് ഇവിടെ ഒരു ഓൾറെഡി ഒരു 1 ഉണ്ട്, അത് അങ്ങനെ തന്നെ എടുത്തെഴുതി. ഓക്കെ, ഈ 1 എന്ന് പറയുന്നത് അങ്ങനെ തന്നെ എടുത്തെഴുതി. ഇത് -7 ആണ് കിട്ടുക. -7 ഇൻറ്റു -1/3 എന്ത് വരും? +7/3 -1. 2 ഇൻറ്റു 4/3 അതായത് 8/3 ആണ് ആൻസർ വരിക. നെക്സ്റ്റ് ടോപ്പിക് റിവേഴ്സിംഗ് ദ ഓർഡർ ഓഫ് ഇന്റഗ്രേഷൻ. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഈ dy/dx എന്ന് പറയുന്ന ഡബിൾ ഇന്റഗ്രലിൽ dy/dx എന്ന് പറയുന്നത് എന്താ? അപ്പൊ ഇൻസൈഡ് നമ്മൾ ആദ്യം ഉള്ളിൽ ചെയ്യുന്നത് വിത്ത് റെസ്പെക്ട് ടു y-ഉം ഔട്ട്സൈഡ് ലാസ്റ്റ് ചെയ്യുന്നത് വിത്ത് റെസ്പെക്ട് ടു x ആണ്. ഇനി നേരെ തിരിച്ചാണെങ്കിൽ എന്താ? നമ്മൾ വെറുതെ അങ്ങനെ ഓർഡർ ചേഞ്ച് ചെയ്യാൻ പാടില്ല. ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ലിമിറ്റ്സും ചേഞ്ച് വരും. ഓക്കെ, ലിമിറ്റ്സിനെയും ചേഞ്ച് ചെയ്യാം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇപ്പൊ സപ്പോസ് രണ്ട് ലിമിറ്റ്സും വൈയുടെയും എക്സിന്റെ ലിമിറ്റ്സ് കോൺസ്റ്റന്റ് വാല്യൂസ് ആണെങ്കിൽ നമ്മളിപ്പോ എങ്ങനെ ഓർഡർ ചേഞ്ച് ചെയ്താൽ പ്രശ്നമില്ല. ഓക്കെ, ബട്ട് കോൺസ്റ്റൻസ് അല്ലാതെ ഇൻ ടേംസ് ഓഫ് വേരിയബിൾസ് ഏതെങ്കിലും ലിമിറ്റ്സ് ഉണ്ടെങ്കിൽ നമ്മൾ ഓർഡർ ചേഞ്ച് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ലിമിറ്റ്സിന്റെ വാല്യൂ ചേഞ്ച് ചെയ്യുന്ന പോലെ ചെയ്യണം. ഓക്കെ, അത്രേ ഉള്ളൂ. ഇനി എന്തിനാണ് ഈ ഓർഡർ ഓഫ് ഇന്റഗ്രേഷൻ റിവേഴ്സ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കേസിൽ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇന്റഗ്രേഷൻ നമുക്ക് കുറച്ചും കൂടി സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും, ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. So in a double integral, if the limits of integration are constants, then the order of integration is immaterial. Immaterial പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അത്ര ഇമ്പോർട്ടൻസ് ഇല്ല. ഓക്കെ, അതായത് ഓർഡർ ചേഞ്ച് ചെയ്താലും കോൺസ്റ്റന്റ് ലിമിറ്റ്സ് ആയതുകൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് ചേഞ്ചസ് ഒന്നും വാല്യൂല് വരില്ല. ബട്ട് ഇഫ് ദ ലിമിറ്റ്സ് ഓഫ് ഇന്റഗ്രേഷൻ ഓഫ് വേരിയബിൾസ്, നമുക്ക് ലിമിറ്റ്സ് വേരിയബിൾസ് ആണെങ്കിൽ ചേഞ്ച് ഇൻ ദ ഓർഡർ ഓഫ് ഇന്റഗ്രേഷൻ മസ്റ്റ് ചേഞ്ച് ഇൻ ദ ലിമിറ്റ്സ് ഓഫ് ഇന്റഗ്രേഷൻ. അപ്പോൾ ഓർഡർ ഓഫ് ഇന്റഗ്രേഷൻ ചേഞ്ച് ചെയ്താൽ ലിമിറ്റ്സും ചേഞ്ച് വരും. Sometimes evaluation of double integrals will be simplified if the order of integrations is reversed. Order of integration ചില കേസിൽ റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി സിമ്പിൾ ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. ഇത് ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലം നോക്കാം. Evaluate the integral by first reversing the order of integration. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ഇന്റഗ്രൽ 0 to 2 അത് y-യുടെ ലിമിറ്റ്സ് ആണ്. ഇനി ഇൻസൈഡ് ഇന്റഗ്രൽ y/2 to 1 അത് x-ന്റെ ലിമിറ്റ്സ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. ഫംഗ്ഷൻ തന്നിരിക്കുന്നത് എന്താ? f(x, y) e⁻x² ആണ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇവിടെ x-ന്റെ ലിമിറ്റ്സ് തന്നിരിക്കുന്നത് എന്താ? y/2 മുതൽ 1 വരെ. ഇതിന്റെ മീനിങ് എന്താ? x = y/2 x = 1 അല്ലെ? ഇനി y എന്ന് പറയുന്നത് 0 to 2/2 ആണ് തന്നിരിക്കുന്നത്. അതിന്റെ മീനിങ് എന്താ? y = 0 y = 2. അപ്പൊ x = y/2 എന്ന് പറഞ്ഞാൽ 2നെ കൂടെ എടുത്താൽ y = 2x കിട്ടി. ഇനി x എന്ന് പറയുന്നത് 1 എന്നുള്ള അതർ അപ്പർ ലിമിറ്റ്. ഇവിടെ y = 0 y = 2. സോ ഇവിടെ കൺസിഡർ ചെയ്ത റീജിയൻ ആദ്യം നമ്മൾ കൺസിഡർ ചെയ്ത സ്ട്രിപ്പ്, അതായത് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് എങ്ങനെയാണ്? y എന്ന് പറയുന്നത് 0 to 2 അല്ലെ? y = 0 to 2 എന്ന് പറയുന്ന വാല്യൂ. ക്ലിയർ ആയല്ലോ? ഇനി x-ന്റെ വാല്യൂ y/2 to 1. x എന്ന് പറയുന്നത് y/2 മുതൽ 1 വരെ. ഓക്കെ, അതായത് x = 1 ഇതാണ്, y/2 എന്ന് പറയുന്നത് ഇതാണ്. ക്ലിയർ ആയോ? ഇതിൽ നിന്നാണല്ലോ x = y/2 കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഈ രണ്ട് ലിമിറ്റ്സ് ഇങ്ങനെയാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. നമ്മൾ ഇനി ഇതിന്റെ ഓർഡർ ചേഞ്ച് ചെയ്യാൻ പോകണം. അപ്പൊ നമ്മൾ കൺസിഡർ ചെയ്ത സ്ട്രിപ്പും ചേഞ്ച് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ
ഇനി കൺസിഡർ ചെയ്യാൻ പോകുന്നത് ഇതാണ്. സോ ഇവിടെ നമ്മൾ ചേഞ്ച് ചെയ്യാൻ പോകുന്നത് ഓർഡർ ചേഞ്ച് ചെയ്യാൻ പോകണം. സോ ഡി എക്സ് ഡി വൈ എന്നുള്ളത് എന്താക്കാൻ പോവാണ്? ഡി വൈ ഡി എക്സ് ആക്കാൻ പോകണം. അപ്പോൾ വൈ ആദ്യം എക്സിന്റെ ലിമിറ്റ്സ് പറയും. എക്സ് എന്ന് പറയുന്നത് എന്താണ്? 0 മുതൽ 1 വരെ. ഇപ്പൊ ഇതാണല്ലോ കൺസിഡർ ചെയ്യുന്നത്. എക്സിന്റെ ലിമിറ്റ്സ് 0 to 1. ക്ലിയർ ആയല്ലോ? ഈ സ്ട്രിപ്പാണ് കൺസിഡർ ചെയ്യുന്നത്. ഇനി വൈയുടെ ലിമിറ്റ്സ് 0 മുതൽ 2x വരെ. വൈ എന്ന് പറയുന്നത് 0 മുതൽ നമുക്ക് 2x ആണ് ലിമിറ്റ്. ക്ലിയർ ആയല്ലോ? ഇത്രയേ ഉള്ളൂ. സോ ഇന്റഗ്രൽ 0 to 1 e raised to x square into, അതായത് കാരണം എക്സിന്റെ ടേം വിത്ത് റെസ്പെക്ട് ടു വൈ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സിന്റെ ടേം മാറ്റി എഴുതുക കോൺസ്റ്റന്റ് ആയിട്ട്. സോ e raised to x square മാറ്റി എഴുതി. ഇനി ഇന്റഗ്രൽ dy വരും. ഈ ഇന്റഗ്രൽ dy എന്ന് പറയുന്നത് y ആണ്. ലിമിറ്റ്സ് അപ്ലൈ ചെയ്യുക 0 മുതൽ 2x വരെ. അപ്പോൾ 0 മുതൽ 2x എന്ന് പറയുമ്പോൾ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ചെയ്യാം. അതായത് 2x മൈനസ് 0, അതായത് 2x തന്നെ ആയിരിക്കും. സോ ഇവിടെ 2x കിട്ടി. dx അങ്ങനെ തന്നെ എഴുതി. ഇനി എക്സ് സ്ക്വയറിന് ടി കൊടുക്കുക. ഓക്കെ, അല്ലാതെ ഇത് ഡയറക്റ്റ് ഫോമിൽ ഇല്ല. എക്സ് സ്ക്വയറിന് ടി കൊടുക്കുമ്പോൾ രണ്ട് സൈഡിലും ഡെറിവേറ്റീവ് കണ്ട 2x dx = dt കിട്ടില്ലേ? അപ്പോൾ ഇവിടെ 2x dx നമ്മൾ എന്ത് കൊടുത്താൽ മതി? dt കൊടുത്താൽ മതി. എക്സ് സ്ക്വയറിന് ടി കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇന്റഗ്രൽ സിമ്പിൾ ആയിട്ട് കിട്ടും. അതായത് e raised to t dt. ഇനി ഇത് ഇന്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ e raised to t കിട്ടും. ഇനി ടീനെ നമ്മൾ ആദ്യം നേരത്തെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത പോലെ ടി എന്താ കൊടുത്തത്? എക്സ് സ്ക്വയറിൽ, തിരിച്ച് എക്സ് സ്ക്വയർ കൊടുക്കാം. അപ്പൊ എക്സിന്റെ ലിമിറ്റ് കൊടുക്കാം 0 മുതൽ 1. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നെങ്കിൽ വേരിയബിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ലിമിറ്റ് ചേഞ്ച് ചെയ്യാം അപ്പം തന്നെ, അല്ലെങ്കിൽ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് തിരിച്ച് ആ സബ്സ്റ്റിറ്റ്യൂഷൻ തന്നെ ചെയ്യാം. എന്നിട്ട് അതേ പഴയ ലിമിറ്റ് തന്നെ കൊടുക്കാം. അപ്പൊ e raised to x square ചെയ്തു, 0 to 1 കൊടുക്കുക. e raised to x-ന് 1 കൊടുത്താൽ e raised to 1, x-ന് 0 കൊടുത്താൽ e raised to 0. e raised to 1 മൈനസ് e raised to 0. e raised to 0 1 ആണ്. സോ e minus 1 ആണ് ആൻസർ. ബാക്കി പ്രോബ്ലംസ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.